യുവാവിനെ കടുവ കൊന്ന കൂടല്ലൂരിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ കല്ലൂർകുന്നിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. സമീപത്തെ വയലിലും കാൽപ്പാടുകൾ കണ്ടെത്തി. വനം വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കാൽപ്പാടുകൾ കടുവയുടേതെന്ന് സ്ഥിരീകരിച്ചു. കല്ലൂർകുന്ന് ഞാറ്റടിയിലാണ് ഇന്ന് രാവിലെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. ഞാറ്റാടി സാബുവിന്റെ പുരയിടത്തോട് ചേർന്ന മുറ്റത്താണ് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. ഞാറ്റാടിക്കും വട്ടത്താനിക്കും ഇടയിലുള്ള വയലിലും കാൽപ്പാടുകൾ കണ്ടെത്തി. സാബുവിന്റെ വീടിന് മുന്നിലുള്ള കോഴി ഷെഡിനോട് ചേർന്നും കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കൂടല്ലൂരിൽ പ്രജീഷിനെ കൊലപ്പെടുത്തിയ കടുവയ്ക്കായുള്ള തിരച്ചിൽ വനംവകുപ്പ് 7ാം ദിവസവും തുടരുന്നുണ്ട്. ഇതേസമയം ഞാറ്റാടിയിൽ വീട്ടുമുറ്റത്തും വട്ടത്താനി വയലിലും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടത് പ്രദേശവാസികൾക്ക് ആശങ്കയായി. രാവിലെ ശ്രദ്ധയിൽപ്പെട്ട് ഇവിടെ നിൽക്കുമ്പം ഞാൻ ഈ വണ്ടി കഴുകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. കഴുകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇങ്ങോട്ട് മാറിയപ്പോഴാണ് ഇത് നമുക്ക് കാൽപ്പാട് കാണാൻ പറ്റിയത്. അപ്പോൾ ഇവിടെ കുറച്ച് കാലമായിട്ട് കടുവ വരുന്നൊരു ഏരിയയാണ്. കടുവയ്ക്ക് നിൽക്കാൻ പറ്റിയൊരു സാഹചര്യമുള്ള ഒരു പ്രദേശമാണിത്. കഴിഞ്ഞ ഒരു 6 മാസം മുന്നേ ഇവിടെ കടുവ വന്ന് ഇതുപോലെ തന്നെ കാൽപ്പാടൊക്കെ ഉണ്ടായിരുന്നു. ഫോറസ്റ്റുകാരപ്പം തന്നെ വിവരം അറിയിച്ചു. അവരിവിടെ വന്ന് അന്നേരം തന്നെ ഇവിടെ വന്ന് കാൽപ്പാടൊക്കെ ശേഖരിച്ചിട്ട് അവർ പോയിട്ടുണ്ട്. അവർ വരാമെന്ന് പറഞ്ഞാൽ പോയിരിക്കുന്നു. വട്ടത്താനിയിലെ ഓടപ്ലാക്കൽ അനിയുടെ വയലിലാണ് പുതിയ കാൽപ്പാടുകളും കടുവയുടേതെന്ന് സംശയിക്കുന്ന വിസർജ്യവും കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, നടവയൽ.